അമ്മയുടെ ഫോണൊക്കെ ചെക്ക് ചെയ്തതിൽ നിന്നും ഒരു CCTV ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിക്കുകയാണ്. അതില് ഹീജു എവിടെയാണുള്ളതെന്ന ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. ഹീജുവിനെ അമ്മ കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഹീജു ഇതുവരെയായിട്ട് ഫുഡ് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഫുഡ് കഴിക്കാതെ മരിക്കാമെന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ നീ എത്തിയതെന്ന് അമ്മ ഹീജുവിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും നിന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ സയോൺ എനിക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുന്നുണ്ടാവും. പിന്നീട് 1 വർഷമോ 2 വർഷമോ പോട്ടെ, ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ മരിച്ചു കാണുമെന്നൊരു വിശ്വാസത്തിലേക്ക് അവനും മുന്നോട്ട് പോകും. പിന്നീട് ഒരു 20 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങളും ഞാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന കാര്യം സയോണെ അറിയിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത്രയും കാലം എന്നെ കണ്ടെത്തുവാനായിട്ട് അവന് സാധിച്ചില്ലല്ലോ എന്ന് ഓർത്ത് അവനും കുറ്റബോധം തോന്നും. അവനും ആകെ തകർന്നു പോകും. ഹീജു അമ്മയുടെ അടുത്ത് ഇങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം ഇപ്പോൾ സയോണും ഇതേ കാര്യങ്ങൾ തന്നെയാണ് അമ്മയോട് പറയുന്നത്. അമ്മയുടെ പ്ലാൻ എന്താണെന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്ക് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇതുപോലത്തെ ഒരു വേദനയൊക്കെയല്ലേ എനിക്ക് ഒടുവിലായിട്ട് നിങ്ങളെ സമ്മാനിക്കുവാനായിട്ട് പോകുന്നതെന്ന് സയോൺ അമ്മയോട് ചോദിച്ച് നിൽക്കുമ്പോഴത്തേക്കുമാണ് ഹീജു എവിടെയാണെന്നുള്ള കാര്യം ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസും സയോണെ കാണുന്നത്. അസിസ്റ്റന്റ് നിലവിലുള്ളത് മുത്തശ്ശന്റെ വീട്ടിലേക്കാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ വേണം നീ മുന്നോട്ട് പോകുവാനെന്ന് അസിസ്റ്റന്റിന്റെ അടുത്ത് അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മേനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് കൊണ്ട് തന്നെ അസിസ്റ്റന്റും ഒരു സീക്രട്ട് റൂമിലേക്കൊക്കെ കടക്കുന്നു. അമ്മ അസിസ്റ്റന്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മകനെ രക്ഷിക്കുവാനും ഹീജുവിനെ കൊല്ലുവാനായിട്ടുമായിരുന്നു. പക്ഷേ അസിസ്റ്റന്റിനും ഹീജുവിനെ കൊല്ലുവാനായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ട് പൊയ്ക്കൊള്ളുവാനായിട്ടാണ് അയാൾ പറയുന്നത്. ഹീജും അങ്ങനെ ഓടിപ്പോകുമ്പോഴത്തേക്കും ഒരു കാര്യം ഓർക്കുകയാണ്. അവൾക്ക് സയോണിന് വേണ്ടി മരിക്കുന്നതിൽ ഒട്ടും തന്നെ വിഷമമില്ല. അതേസമയം ഇനി ഒരിക്കലും അവനെ കാണുകയില്ലല്ലോ എന്ന വിഷമം മാത്രമാണുള്ളത്. അവനെ ഒരുപാട് അവൾ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സാഹചര്യത്തിൽ മരിക്കുവാനായിട്ട് അവളും ആഗ്രഹിക്കുന്നില്ല. എത്രയും വേഗം സയോണെ കാണണമെന്നത് മാത്രമാണ് അവളുടെ ആഗ്രഹവും. ഹീജുവിനെ പൂട്ടിയിട്ടതുപോലത്തെ മറ്റൊരു മുറിയിലായിരുന്നു റിയൽ സയോണെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നത്. വെളിയിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന റിയൽ സയോണും അവനെ തുറന്നു വിടുവാനായിട്ട് ആവശ്യപ്പെടുന്നു. പക്ഷെ അസിസ്റ്റന്റും ഒരു ലോക്കൊക്കെ വെച്ചിട്ട് അവനെ പൂട്ടുകയായിരുന്നു ചെയ്തത്. പക്ഷേ തൊട്ടടുത്തായിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്ന അച്ഛനും തോക്കൊക്കെ ചൂണ്ടിയിട്ട് അസിസ്റ്റന്റിനോട് അവനെ തുറന്നു വിടുവാനായിട്ട് ആവശ്യപ്പെടുന്നു. അമ്മേനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് അമ്മയും അസിസ്റ്റന്റും കണ്ണുകൾ കൊണ്ട് എന്തോന്ന് സംസാരിക്കുന്നത് അച്ഛനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റിനെ ഫോളോ ചെയ്താണ് അച്ഛനും ഇവിടെ എത്തിയത്. റിയൽസ് ആണ് ഇപ്പോഴും ജീവനോടെയൊക്കെ വെച്ചിട്ടുള്ളത് തന്റെ കുറ്റമാണെന്നുള്ള രീതിക്കാണ് അച്ഛൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനാകട്ടെ അവനെ തുറന്നു വിടുവാനായിട്ടും എന്താണ് ചെയ്യുവാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ തന്നെ അത് ചെയ്തോളാം എന്ന് പറയുന്നു. ടീച്ചും ഒരുപാട് ദൂരമൊക്കെ ഓടി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നാണ് ഒരു വെടിയൊച്ചയ്ക്ക് അവളും കേൾക്കുന്നത്. പിന്നീട് ആ ശബ്ദം കേട്ട് കഴിയുന്ന അവളും സ്ലിപ്പായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും താഴേക്കൊക്കെ വീഴുന്നു. അച്ഛന്റെ കയ്യിൽ തോക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും സയോണും ആ ഒരു തോക്കൊക്കെ പിടിച്ചു മാറ്റിയിട്ട് ഷൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ രണ്ടാമത്തെ വെടിയൊച്ചയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഹീജുവും ഉണരുന്നു. പക്ഷെ അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവൾ നിൽക്കുന്നതിന്റെ മുകളിലായിട്ടൊക്കെ റിയൽ സയോണും തോക്കൊക്കെ ആയിട്ട് നിൽക്കുന്ന കാഴ്ചയായിരുന്നു അവൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് അവൾ ഓർക്കുമ്പോഴത്തേക്കുമാണ് ഒരു വണ്ടിയൊക്കെ വരുന്നത് അവളും ശ്രദ്ധിക്കുന്നത്. അവളും വണ്ടിയുടെ അടുത്തേക്കൊക്കെ ഓടിച്ചെല്ലുന്നു. അങ്ങനെ അവൾ ഓടിപ്പോകുന്നത് റിയൽ സയോണും കാണുന്നുണ്ട്. ഇനി ഹീജു ഓടി ചെന്നിട്ടുണ്ടായിരുന്നത് സയോണിന്റെ വണ്ടിയുടെ മുമ്പിലേക്കൊക്കെ ആയിരുന്നു. അവനും അവളെ എടുത്ത് വണ്ടിയിലൊക്കെ കയറ്റിയതിനു ശേഷം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിരിക്കുന്നു, ഇനി നമുക്ക് വീട്ടിലൊക്കെ പോകാമെന്ന് അവളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിട്ടൊന്നുമില്ല. റിയൽ സൗണ്ട് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അവന്റെ കയ്യിൽ ഒരു തോക്കുമുണ്ട്. നമ്മളും ഒട്ടും തന്നെ സേഫ് അല്ല എന്ന് ഹീജുവും പറയുന്നു. അത് കേട്ടിട്ടുണ്ടായിരുന്ന പോലീസും അവരോട് എത്രയും വേഗം ആ സ്ഥലത്ത് നിന്നും പോകുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല കൂടെയുള്ള പോലീസുകാരുടെ അടുത്ത് റിയൽ സൗണ്ടിനെ കണ്ടെത്തുവാനായിട്ടും പറയുന്നു. ഇതെല്ലാം തന്നെ ഒളിച്ചു നിന്നിട്ടുണ്ടായിരുന്ന റിയൽ സൗണ്ടും കാണുന്നുണ്ട്. എത്രയും വേഗം ഹീജുവിനെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ് സൗണ്ട് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പോലും സയോണിന്റെ വണ്ടിയുടെ മുമ്പിൽ തോക്കൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു റിയൽ സയോണും സയോണിന്റെ അടുത്ത് വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുവാനായിട്ടൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ ഇറങ്ങുവാനായിട്ട് പോവുകയാണ്, ഒരു കാരണവശാലും നീ വണ്ടിയിൽ നിന്നും ഇറങ്ങുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് സയോണും ഇറങ്ങുന്നു. നീ വിജയിച്ചു എന്നാണോ നീ കരുതുന്നത്? യഥാർത്ഥത്തിൽ നീ വിജയിച്ചിട്ടൊന്നും ഇല്ല എന്നൊക്കെ റിയൽ സയോൺ പറയുമ്പോഴത്തേക്കും നമ്മൾ തമ്മിലാണ് പ്രശ്നമുള്ളത്, അതിന്റെ അകത്തേക്ക് ഹീജുനെ വലിച്ചഴിക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. പിന്നെ നിന്റേതായിട്ടുള്ള ഒന്നും തന്നെ എനിക്ക് സ്വന്തമാക്കേണ്ടതുമില്ല. നമ്മൾ തമ്മിലുള്ള പ്രശ്നമെല്ലാം തന്നെ ഇതും കൂടെ അവസാനിപ്പിക്കാമെന്ന് സയോൺ പറയുന്നുണ്ടെങ്കിൽ പോലും ഹീജും നീയും ഒന്നിച്ച് ജീവിക്കണമെന്നൊക്കെയല്ലേ നിന്റെ ആഗ്രഹം. പക്ഷെ നീ ഒരുപാട് അനുഭവിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. നീ ഒന്നുമില്ലെങ്കിലും ചെറുമാന്റെ മകനല്ലേ. ചെറുമാൻ ഒരുപാട് ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും നീ അനുഭവിക്കേണ്ടതായിട്ടുമുണ്ട്. ഇത്രയും പറഞ്ഞതിന് ശേഷം റിയൽ സൗണ്ട് ചെവിയിൽ എന്തോ ഒന്ന് വന്ന് പറയുന്നുണ്ട്. അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും സൗണ്ട് ആകെ തകർന്നു പോകുന്നു.
എന്നിട്ട് സയോണും ഹീജുനും ഒരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ പോലീസുകാരെല്ലാവരും തന്നെ തിരിച്ചെത്തിയിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ റിയൽ സൗണ്ട് ചുറ്റും പോലീസുകാരെല്ലാവരും തന്നെ കൂടുന്നുണ്ടെങ്കിൽ പോലും റിയൽ സൗണ്ട് കയ്യിലുള്ള തോക്കൊക്കെ സയോണ്ട് നേരെ ചൂണ്ടുകയും പിന്നീട് ഷൂട്ട് ചെയ്യുന്ന ഒരു ശബ്ദമൊക്കെ കേൾക്കുകയും ചെയ്യുന്നു. ആ ഒരു സീനൊക്കെ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അടുത്ത സീൻ കാണിക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു സീന്റെ ബാക്കിയാണ്. നിനക്കും ഈ ഒരു വിവാഹത്തിന് വലിയ എതിർപ്പൊന്നും ഇല്ല എങ്കിൽ നമുക്ക് വീണ്ടും ആദ്യം തൊട്ട് പരസ്പരം അറിഞ്ഞേക്ക് മുന്നോട്ട് പോയിക്കൂടെ എന്ന് സൺ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഹീജോൻ തുറന്നു പറയുന്നു. എപ്പോഴാണോ നീ എന്നെ ആദ്യമായിട്ട് എടുത്തോണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നത്, ആ ഒരു നിമിഷം മുതൽ എനിക്ക് നിന്റെ അടുത്ത് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിൽ അവരൊന്ന് മാറി ചിന്തിക്കുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന രീതിക്കൊക്കെയാണ് ഇത് കാണിക്കുന്നത്. അങ്ങനെ അവരും ഒന്ന് മാറി ചിന്തിക്കുകയായിരുന്നെങ്കിൽ രണ്ടുപേരുടെയും ഉള്ളിൽ രഹസ്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു ജീവിതവും അവർക്ക് ലഭിക്കുമായിരുന്നു. അടുത്തതായിട്ട് ഒരു ക്രിസ്മസ് നൈറ്റ് ഒക്കെ കാണിക്കുന്നു. ഹീജോ ക്രിസ്മസ് ട്രീക്ക് അലങ്കരിക്കുമ്പോഴത്തേക്കും സയോണും അവളെ കിസ് ചെയ്യുന്നു. അങ്ങനെ അവർ കിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റേക്കെല്ലാം തന്നെ കരിഞ്ഞു പോയതിന്റെ മണമൊക്കെ അവർക്ക് കിട്ടുന്നത്. എങ്കിൽ പോലും അവരും വളരെയധികം ഹാപ്പി ആയിട്ടായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു സീനൊക്കെ അവിടം കൊണ്ട് കട്ടായതിനു ശേഷം ഹീജോ ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുന്നതാണ് കാണുന്നത്. സയോൺ ഉണ്ടായിരുന്നെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന രീതിക്കാണ് ഇതെല്ലാം തന്നെ കാണിക്കുന്നത്. ഇപ്പോൾ അവൻ ഇല്ലാതിരുന്നപ്പോഴത്തേക്കുമാണ് എനിക്കും ഇതൊക്കെ ഓർത്തിട്ട് കുറ്റബോധം തോന്നുന്നതെന്ന് അവളും ഓർക്കുന്നു. അവളും സയോൺ ഒരുപാട് തവണയൊക്കെ കോൾ ചെയ്തതിന്റെ കോൾ ലിസ്റ്റും കാണിക്കുന്നുണ്ട്. പക്ഷെ എത്ര തവണ വിളിച്ചിട്ടും അങ്ങനെ ഒരു നമ്പർ ഇല്ല എന്ന രീതിക്ക് മാത്രമായിരുന്നു അവൾക്ക് മറുപടിയും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ദിവസം റിയൽ സൗണ്ട് ചെവിയിൽ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അത് കേട്ടിട്ട് അവൻ ഒരുപാട് വിഷമമായിട്ടുണ്ടായിരുന്നു. അത്രത്തോളം വിഷമിപ്പിക്കുന്ന എന്ത് കാര്യമാണ് അവൻ അറിഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഹീച്ചു ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു നമ്പറിൽ നിന്നും അവൾക്കും കോൾ വരുന്നു. അവളും ഓടിച്ചെന്ന് ആ ഒരു ഇന്റർനാഷണൽ കോളൊക്കെ എടുത്തതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ നിന്നും ആരും തന്നെ മിണ്ടുന്നില്ലെങ്കിൽ പോലും ഇത് നീയാണോ എന്നൊക്കെ അവളും ചോദിക്കുകയാണ്. വെൻ ദ ഫോൺ റിങ്സിന്റെ ഫൈനൽ എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും റിയൽ സയോണും ഷൂട്ട് ചെയ്യുന്നു. സയോണും ബോധം പോലും നഷ്ടപ്പെട്ട് കിടക്കുന്നതായിട്ടൊക്കെ ഹീജുവും സ്വപ്നം കണ്ട് എണീക്കുകയാണ്. ജാങ്ങിന്റെ അടുത്തു നിന്നും ഹീജുനും കോൾ വരുന്നു. സയോണ് സൗണ്ട് ശരിക്കുമുള്ള അച്ഛന്റെ അടുത്തു നിന്നും, അതായത് ചെയർമാന്റെ അടുത്തു നിന്നും ലഭിച്ചിട്ടുള്ള എല്ലാ സ്വത്തുക്കളും ദാനം ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു ദാനം ചെയ്യുന്ന ചടങ്ങിലൊന്നും പങ്കെടുക്കുവാനായിട്ട് സയോൺ എത്തിയിട്ടില്ല. അതുകൂടാതെ സയോണും ഒഫീഷ്യലായിട്ട് സ്പോക്സ് പേഴ്സൺ എന്ന ആ ഒരു സ്ഥാനമൊക്കെ രാജിവെച്ചിരിക്കുന്നു. യൂറയും സാങ്ങുവും കൂടി ഒന്നിച്ച് കുറെ കുട്ടികളുടെ ഒക്കെ ഒപ്പം ഇരിക്കുമ്പോഴത്തേക്കും ഒരു കുട്ടി ഞാൻ സാങ്ങുവിനേക്കാളും വലുതാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ഒരിക്കലും സാങ്ങുവിനെ വിവാഹം കഴിക്കുവാനായിട്ടൊന്നും നിൽക്കരുതെന്നൊക്കെ യൂറയോട് പറയുന്നുണ്ട്. പക്ഷെ നീ വലുതാകാതെയൊക്കെ ഇരിക്കുന്നതാണ് കൂടുതൽ ക്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാങ്ങുവും ആ ഒരു കുട്ടീനെ ഈ കാര്യം പറയുന്നതിൽ നിന്നും തടയുന്നു. അതായത് ഈ ഒരു കുട്ടിക്ക് നമ്മുടെ യൂറിയുടെ അടുത്തൊരു ക്രഷ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവനും അങ്ങനെ സംസാരിച്ചത്. ഇനി യൂറിയും സാങ്ങുവും കൂടെ ഒന്നിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെയിരിക്കെ നേരത്തെ കുട്ടികളൊക്കെ മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്ന ഓർഫനേജ് ഉണ്ടല്ലോ, ഇപ്പോൾ സാങ്ങു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഓർഫനേജ്, അവിടേക്ക് ഏതോ ഒരാൾ ഒരുപാട് തുകയൊക്കെ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സയോൺ അവന്റെ എല്ലാ സ്വത്തുക്കളും ദാനം ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഡൊണേഷൻ നൽകിയതും സയോൺ ആകുവാനാണ് കൂടുതൽ സാധ്യത എന്ന് സാങ്ങുവും അറിയിക്കുന്നു. സയോണും സ്വത്തുക്കളെല്ലാം തന്നെ ദാനം ചെയ്തു. അവനും സ്ഥാനമെല്ലാം രാജിവെച്ചു. ഇപ്പോഴാകട്ടെ അവനെ കോൾ ചെയ്താൽ കിട്ടുന്നു കൂടിയില്ല. അങ്ങനെയിരിക്കെ അവനും ഈ ഒരു ലോകത്ത് നിന്നും തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന് യൂറി പറയുമ്പോഴത്തേക്കും അതിന് സയോൺ മരിച്ചതല്ലേ എന്ന് സാങ്ങുവും ചോദിക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.